ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിന് വൻ വരവേൽപ്പാട്ടാണ് എല്ലാവരും തന്നത്. എല്ലാവർക്കും അതിൻ്റെ വളരെ നന്ദിയുണ്ട്. അപ്പം നമ്മുടെ വെയിൽ വാച്ചിങ്ങിൻ്റെ എപ്പിസോഡ് വാമി പറ ഹായ്. അപ്പോൾ വാമിയായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ്. ദേ അച്ഛനും അമ്മയുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ എവിടേക്കാണ് പോകാൻ പോകണമെന്നറിയോ? അത് മീനുണ്ട്. മീനും ഇതേ ഈ സേനയും പിടിച്ചുകൊണ്ട് ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് മീൻ ഫുഡൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നല്ല സമ്മർ ഡേ ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. ഏകദേശം 30 ഡിഗ്രിയോളം ചൂടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് സ്ട്രോബെറി പിക്കിങ്ങിനാണ്. കേപ്പ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്ററോളം മാറി സ്റ്റെല്ലംബൂഷ് എന്ന് പറയുന്ന വില്ലേജ് സൈഡിലുള്ള ഒരു ഫാമാണ്. പ്ലക്ക് ഡ്രൈവ് ഫാം എന്നാണ് ഈ ഫാമിൻ്റെ പേര്. ഇവിടെ കുറേ ഫാമുകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോബെറി പിക്കിംഗ് ആണ്. സ്ട്രോബെറി പിക്കിങ്ങിൻ്റെ കൂടെ തന്നെ കുറേ എക്സ്ട്രാ ആക്ടിവിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ട്രാക്ടർ റൈഡ്, ഗോൾഫ്, മിനി ഗോൾഫ്, അതേപോലെ തന്നെ ട്രാക്ടർ റൈഡ് ഉണ്ട്. അതേപോലെ തന്നെ പോണി റൈഡ് ഉണ്ട്. അതായത് മറ്റേ ഹോഴ്സിൻ്റെ മേലെ പിള്ളേരൊക്കെ കയറ്റിയിട്ട് അങ്ങനത്തെ അട്രാക്ഷനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പ്ലേ ഏരിയ ഉണ്ട്, ചെറിയൊരു കഫ്റ്റീരിയ ഉണ്ട് കേട്ടോ. അത് കണ്ടോ, ഇത് റെസ്റ്റോറൻ്റാണ്. അപ്പം ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പോയി ടിക്കറ്റ് എടുത്തത്. ഈ കാണുന്നത് ചെറിയൊരു മിനി ഗോൾഫ് ഏരിയ കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു പാർക്കും ഫോട്ടോ സെക്ഷൻ്റെ ഒക്കെ ഏരിയകളുണ്ട്. അപ്പം ഞാൻ ഇപ്പം അച്ഛനും അമ്മയും എൻ്റെ കൂടെ വരുന്നുണ്ട്, വാമിയും വരുന്നുണ്ട്. മീനു ഈസയായിട്ട് ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. കാരണം വെയിലുള്ളതുകൊണ്ട് ഈസേനെ കൊണ്ട് കുറച്ച് നടന്ന് പിക്കിങ്ങൊന്നും പോസിബിൾ അല്ല. അല്ലേ മീനു? അതെ, അതുകൊണ്ട് മീൻ ഇതേ ഒരു ഡ്രിങ്ക്സും ചിപ്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. വാമി ഇതേ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ വാമിക്ക് ഇത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ പിക്കിങ്ങിന് 75 റാൻഡിൻ്റെ ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതാണ് പിക്കിങ്ങിന് തരുന്ന ഒരു കണ്ടെയ്നർ കേട്ടോ. അപ്പോൾ ഇതിൽ ഫുള്ള് നമുക്ക് പറിക്കാം. അപ്പോൾ ഞങ്ങൾ 3 എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇതിൻ്റെ മിനി ജൂനിയർ സെക്ഷൻ ഉണ്ട്. ജൂനിയർ സെക്ഷന് ആകെ 60 റാൻഡ് ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് 75 റാൻഡ്, ആകെ 15 റാൻഡ് കൂടുതലുള്ളൂ. അപ്പം വളരെ വ്യത്യാസമുണ്ട് ഈ ബോക്സ് തമ്മിൽ, ജൂനിയറും ഇതും തമ്മിൽ കേട്ടോ. അപ്പം ഇത് എടുക്കുന്നതാണ് നമുക്ക് ഇത്രയും കൂടി ലാഭകരമായിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തായാലും നടക്കാൻ പതുക്കെ ബാമി, നമുക്ക് പിക്കിങ്ങിന് പോവാം. അതിലേക്കല്ല, നമ്മൾ ഈ വഴിയാണ് പോകുന്നത്. പോവാം. അപ്പോൾ നമ്മൾ പയ്യെ പിക്കിങ്ങിന് വേണ്ടി നടക്കട്ടെ കേട്ടോ. അപ്പം ഞങ്ങൾ ദേ അവിടെ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണമായിരുന്നു. അപ്പോൾ ടിക്കറ്റിൽ ദേ എന്തോ സീന്നും പറഞ്ഞിട്ട് എന്തോ സംഭവം അവർ ചെക്ക് ചെയ്തതിൻ്റെ ഒരു ഇത് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കും കേട്ടോ. ദേ കാണുന്നില്ലേ? ഞാൻ ഇത്തിരി കൂടി സൂം ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നോക്കട്ടെ. ഇതാണ് ഈ സ്ട്രോബെറി ഫാം കേട്ടോ. അപ്പം ഈ ഫ്രണ്ടിൽ കാണുന്ന കുറച്ച് ഏരിയയിലെല്ലാം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവർ പറഞ്ഞാൽ ആ ഷെഡ് കാണുന്നില്ല, ആ ഷെഡിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്തിരി നടക്കാനുണ്ട്. ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നടന്നാലേ എത്തത്തുള്ളൂ. അമ്മയ്ക്ക് കാലുവേദന ഉണ്ട്. അമ്മേ, നടക്കാൻ പറ്റില്ലേ? അപ്പോൾ അച്ഛനും വരുന്നുണ്ട്. ഇത് വാമിയുടെ തൊപ്പി വെച്ചോ വാമി, ഇല്ലെങ്കിൽ ചൂടാ. തൊപ്പി വയ്ക്കി, വേഗം തൊപ്പി വെച്ചോ. അപ്പോൾ മാമിക്കുട്ടിക്ക് തൊപ്പിയൊക്കെ വെച്ചു, ഞാനും തൊപ്പി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് തൊപ്പിയില്ലേ? അമ്മയ്ക്ക് തൊപ്പിയുണ്ട്. അപ്പം ഞങ്ങൾ സ്ട്രോബെറി പിക്കിങ്ങിന് വേണ്ടി നടന്നിട്ട് വരാം കേട്ടോ. നമ്മൾ ഫാമിൻ്റെ എൻട്രൻസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ, അതായത് ഫാമിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്നാലും സ്ട്രോബെറി ഒക്കെ ഇരിക്കുന്ന ഏരിയയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ലേക്ക് ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ലേക്ക്. അപ്പോൾ ഇതിൽ നിന്നായിരിക്കും മിക്കതും അവർ വെള്ളം ഇതിൽ നിന്നല്ല എടുക്കുന്നത്. അതിൻ്റെ ഇതൊന്നും കാണുന്നൊന്നുമില്ല. എന്തായാലും വെള്ളത്തിൻ്റെ പരിപാടിയെല്ലാം ഇവർ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം അതിലേക്ക് തന്നെ അങ്ങനെ ഇറിഗേഷൻ അങ്ങനെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. പൈപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ കിടന്നു വന്നപ്പോൾ തന്നെ നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വന്നു, ടിക്കറ്റ് എടുത്തു. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസും ബിയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇത് സമ്മർ ടൈമിലാണ് ഇതിൻ്റെ സീസൺ, സ്ട്രോബെറിയുടെ സീസൺ. ഏതാണ്ട് സെപ്റ്റംബർ അവസാനം ഒക്ടോബർ 1 തൊട്ട് ജനുവരി മിഡ് വരെയാണ് ഇതിൻ്റെ സീസൺ കേട്ടോ. അപ്പം ഈ സമയത്ത് വന്നാലേ ഇതൊക്കെ പറക്കലൊക്കെ നടക്കത്തുള്ളൂ. ഈ സമ്മർ ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് പറക്കലെല്ലാം നടക്കത്തുള്ളൂ. അപ്പോൾ വാമിക്കുട്ടീനെയും കൊണ്ടുവരുന്നത് ഒരു ചടങ്ങാണ്. ഈ ചൂട് സമയത്ത് തൊപ്പിയൊന്നും വെക്കുന്നില്ല വാമി, കണ്ടോ. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് ചൂടൊന്നും അറിയുന്നില്ല. പക്ഷേ എന്താണെന്നറിയോ, ഈ സൂര്യകിരണങ്ങൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ സ്കിന്ന് പെട്ടെന്ന് ഇതായി പോകും. അതുകൊണ്ട് വാമിക്കുട്ടീനെ സൺസ്ക്രീനൊക്കെ തേച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രോബെറി.
അപ്പോൾ ഈ സ്ട്രോബെറി എല്ലാം ആയി കഴിഞ്ഞതാട്ടോ, എല്ലാം പറിച്ച് കഴിഞ്ഞാന്നാണ് പറഞ്ഞത്. നിങ്ങൾ അങ്ങ് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. ഞങ്ങൾ ഇതിന് മുമ്പും വന്നിട്ടുണ്ട്, അച്ഛനും അമ്മയൊക്കെ, അതായത് മീനുവിൻ്റെ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞ സമയത്ത് നമ്മളിതിൽ വന്നിട്ടുണ്ട്. അന്ന് നമുക്ക് ചാനലില്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇന്നിപ്പോൾ ചാനലുള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. പിന്നെ നമ്മുടെ ലാസ്റ്റ് വീഡിയോയ്ക്ക് വൻ വരവേൽപ്പാണ് കിട്ടിയത്. അത് ഒത്തിരി ആൾക്കാർ കണ്ടു, ഒത്തിരി റീച്ചായി. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ റീച്ചായി വെയിൽ വാച്ചിങ്ങിൻ്റെ വീഡിയോ. അത് ഭയങ്കര ഒരു അനുഭവം ആയിരുന്നു കേട്ടോ. കേപ്പ് ടൗണിൽ ഒത്തിരി സംഭവങ്ങൾ കാണാനുണ്ട്. അതിൽ ചിലതൊക്കെയാണ് നമ്മൾ കാണിച്ചാക്കുന്നത്. നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പോയായിരുന്നു, പാപ്പനും മേമയൊക്കെ വന്ന സമയത്ത് അവരൊക്കെ കൊണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഫൈനലി ഗൈസ് ഞങ്ങൾ നടന്ന് സ്ട്രോബെറി ഏരിയയിലേക്ക് എത്തി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്ട്രോബെറി ഫാമിലെ കാഴ്ചകൾ കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് എല്ലാം ആ സീസൺ ടൈമുകളിൽ വന്നിട്ട് എല്ലാം കഴിയാറായി. കാരണം ഇതിപ്പോൾ ഡിസംബർ ആയില്ലേ, ഡിസംബർ ആയപ്പോഴേക്കും ഏകദേശം തീർന്നു തുടങ്ങി. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഫാം, അവിടെ അവർ പിക്കിങ് എലോ ചെയ്യുന്നുണ്ട്, അവിടെയും ആൾക്കാരുണ്ട്. അപ്പം അങ്ങോട്ട് പോകാം. അത് ബെറീസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, നോർമൽ ബ്ലൂബെറീസൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഫാമും കൂടിയാണ്. ഇതൊരു വർക്കിംഗ് ഫാമും കൂടിയാട്ടോ. ഇത് വർക്കിംഗ് ഫാം ആകുമ്പം ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കായിട്ട് ഇവർ ഇത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവർ പിക്കിങ് എലോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിക്കിങ് എലോ ചെയ്യുമ്പം നമുക്ക് വന്ന് എൻജോയ് ചെയ്യാനും പറ്റും, നമുക്ക് ആ ഒരു ഫീലും കിട്ടും. വളരെ സൂപ്പർ കൺസെപ്റ്റാണ്. ഇവിടെ എല്ലാ ഫാമുകളിലും ഇവർ ഇങ്ങനെ പിക്കിങ്ങൊക്കെ അവർ എലോ ചെയ്യും കേട്ടോ. അതായത് ബെറീസ്, ചെറി, ഗ്രേപ്സ്, ആപ്പിള് എന്ന് വേണ്ട എല്ലാ സംഭവങ്ങൾക്കും പിക്കിങ് ഉണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം ഏകദേശം കഴിഞ്ഞു തുടങ്ങി. എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ വാമിക്കുട്ടി ഇതേ സ്ട്രോബെറി പറിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു പ്ലേസ് കിട്ടി കേട്ടോ. നമുക്ക് പ്ലേസ് കിട്ടിയത് നമ്മളിത്തിരി തണലും നോക്കി ഇതിൻ്റെ ഉള്ളിലാണ് വന്നത്. നമ്മൾ പുറത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലായിരുന്നു. വാമിക്കുട്ടിയാണെങ്കിൽ ക്യാപ്പൊന്നും വെക്കുന്നില്ല. അപ്പോൾ വാമിക്കുട്ടി പൊട്ടിച്ച സ്ട്രോബെറി, അയ്യോ വാമിക്കുട്ടി പൊട്ടിച്ച സ്ട്രോബെറി എനിക്ക് പച്ചയാണ്. ബാ, അപ്പോൾ അമ്മയും പൊട്ടിക്കുന്നുണ്ട്. ഇതേ അമ്മ ഇതേ എടുത്തത് വേണ്ടോ, അമ്മയും പൊട്ടിക്കുന്നുണ്ട്, അച്ഛനും പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ബുധനാഴ്ചയാണ്. അപ്പോൾ ഒരു വീക്ക് ഡേ ആയതുകൊണ്ടും പിന്നെ ഡിസംബർ മന്ത് ആയതുകൊണ്ട് പിന്നെ സ്കൂൾ വെക്കേഷനൊക്കെ വരുവാണ്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ ഭയങ്കര തിരക്കാണ്. ഇവിടെ സ്ട്രോബെറി ഫാമിലൊക്കെ ഭയങ്കര തിരക്കാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിള്ളേരെ കൊണ്ട് എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട്. ഇപ്പം വീക്ക് ഡേ ആയതുകൊണ്ട് സ്കൂളിൽ നിന്നൊക്കെ കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഇവിടെയൊക്കെ കഴിഞ്ഞ് തുടങ്ങി. ഈ ചെടിയൊക്കെ പോയതാണ്, ഈ ചെടിയെല്ലാം പോയി തുടങ്ങി. കാരണം ഇത് ഒറ്റ പ്രാവശ്യം ഉണ്ടാകത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതായത് ആ ഒരു സീസണില്ലേ, ആ ഒരു 3 മാസം ആ സമയത്ത് മാത്രമേ ഇതിൽ നന്നായിട്ട് ഉണ്ടാകത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ചെടി എല്ലാം പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇത് കഴിഞ്ഞിട്ട് വരും. അപ്പം ഇവർ വെച്ചിരിക്കുന്നതുണ്ടോ, ഇത് ഈ ചെടികളൊക്കെ കയറി പിടിക്കാതിരിക്കാൻ വേണ്ടി, അല്ലാത്ത പുല്ലൊക്കെ കയറി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇവർ പ്ലാസ്റ്റിക്കിലേക്ക് റാപ്പ് ചെയ്തിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ വാട്ടറിങ് പരിപാടി എല്ലാം ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. ഇതിൽ പൈപ്പെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ വാട്ടറിങ് പരിപാടിയെല്ലാം. മാമി ഭയങ്കര കാര്യമായിട്ടാണ് പൊട്ടിക്കുന്നത്. ദേടി മാമി ദേ നിൽക്കുന്നു, ദേ റെഡ്, ദേ കണ്ടോ റെഡ്, റെഡ് വൺ ദേ ഇവിടെ ഉണ്ട്. ദേ റെഡ്, ദേ ഇവിടെ, ദേ ഇവിടെ, ദേ റെഡ്. ഇട് ദേ അതിട്, അതിനകത്ത് കളഞ്ഞ നിലത്ത് എടുക്ക്, മൂക്കില്ല. നല്ല അടിപൊളി റെഡ് കളറിൽ സ്ട്രോബെറി ലൈവായിട്ട് നമുക്കിങ്ങനെ പറിച്ചെടുക്കാം. വാവ്, കണ്ടോ സൂപ്പറല്ലേ, നല്ല മണം സ്ട്രോബെറിയുടെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജാം വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് അടിച്ച് കഴിക്കാം, ഷെയ്ക്ക് അടിക്കാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. കുറച്ച് പച്ചയാണെങ്കിൽ ഇതേപോലെ അച്ചാറിടാം. ഇത് വാമിയുടെ പാത്രമാണ്. വാമിക്കുട്ടി കഴിഞ്ഞില്ല, ടയേർഡായി പോയി. ഇതിന് ഫില്ല് ചെയ്യണം. അച്ഛൻ്റെ ഏകദേശം ഫില്ലാകാറായിട്ടുണ്ട്. അമ്മതേ അങ്ങെത്തി, അമ്മയുടെയും ഏകദേശം ഫില്ലാകാറായിട്ടുണ്ട് കേട്ടോ. അച്ഛൻ്റെ പിക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇത് നിറച്ചെടുത്തിട്ടുണ്ടല്ലോ. ഇത് കണ്ടോ, നിറച്ചെടുത്തിട്ടുണ്ട് അച്ഛൻ. ഇനിയിപ്പോൾ അതേ അമ്മയും കൂടി വരുന്നുണ്ട്. ഇത് ഫുള്ള് പഴുത്തല്ലേ? കുറച്ച് പച്ചയുണ്ട് ഉള്ളില്. ഉള്ളില് കുറച്ച് പച്ച ഇട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ കുറച്ച് ഫില്ല് ചെയ്യാൻ മതി ഇന്ന്. കാരണം ഇങ്ങനെ നിറച്ച് ഫുള്ളായിട്ട് എടുത്തിട്ട് പോകാൻ പറ്റത്തില്ല. കുറച്ച് അതിലേക്ക് ഇട്ടാൽ മതി, അപ്പം എൻ്റെ ഫില്ലാകും. മാമിക്കുട്ടി പാടി, മാമിക്കുട്ടി പോകണമെന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടാ.
അപ്പോൾ അമ്മയ്ക്കും പിക്കിങ് കഴിഞ്ഞു. അമ്മയുടെ അധികം കളർഫുള്ളല്ലല്ലോ. പച്ച ഉറക്കാൻ പറഞ്ഞിട്ടോ നോക്കിയേ കണ്ടോ. അപ്പോൾ അമ്മയുടെയും പിക്കിങ് കഴിഞ്ഞു. നമ്മുടെ 3 എണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാമി അങ്ങോട്ടല്ല ദിസ് വേ കം. അങ്ങനെ ഞങ്ങളുടെ പിക്കിങ് എല്ലാം കഴിഞ്ഞു. അച്ഛൻ്റെയും വാമിയുടെയും ബോക്സ് ആട്ടാ അത് രണ്ടും അച്ഛൻ്റെ നിന്ന് എടുത്തിട്ട് ഒരെണ്ണം ഫില്ല് ചെയ്തത്. അമ്മയുടെ അമ്മ കൊണ്ടുവരുന്നുണ്ട്. അമ്മ മറച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു പിക്കിങ്? ഇവർ കുറേ തിന്നിട്ടോ. വാമിയും തിന്നുന്നുണ്ടായിരുന്നു. വാമിയുടെ കയ്യിൽ തേക്കുന്നുണ്ട്. അച്ഛൻ ഇനിയും പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. പിടിക്കാൻ പറ്റുന്നില്ലേ? എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? മധുരമുണ്ടോ? മധുരമുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയില്ല. വാമി കഴിച്ചു നോക്കിയത്. വാമിയുടെ കയ്യിൽ ഇനിയിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കാര്യങ്ങൾ ഗൈസ്. അപ്പം ഞങ്ങൾ മീനുവിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് നടക്കട്ടെ. മീനു അങ്ങ് അപ്പുറത്തായിരിക്കുന്നത്. ഇനി ഒരു 1/2 കിലോമീറ്റർ നടക്കണം. അതിൻ്റെ ഇടയ്ക്ക് വാമിക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വാമിനെ കൊണ്ട് പോകണം അല്ലേ വാമി? ഇത് വെള്ളം ഇത് ചെയ്യുന്ന പരിപാടി ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പൈപ്പ് ഇട്ടാക്കുക. ഇതിപ്പം പൈപ്പ് ഈ പ്ലാസ്റ്റിക് പറഞ്ഞ കയറി കിടക്കുന്നതുകൊണ്ടാണ് വെള്ളം പുറത്തേക്ക് വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ വെള്ളം വരുന്നൊന്നും കാണത്തില്ല. അതേ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഈ സൈഡിൽ കൂടെ ഈ പൈപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പൈപ്പിൻ്റെ പരിപാടികളെല്ലാം വെള്ളം പോകുന്നത്. അപ്പം ഈ ഉച്ച സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കിട്ടുന്നുണ്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലും കാണത്തില്ല. അതെല്ലാം അവർ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്തിട്ട് ഉള്ള പരിപാടിയാണ്. ഇന്ന സമയം ഇത്ര സമയം കൂടുതലോ കുറവോ ഒന്നുമില്ല. കറക്റ്റ് വെള്ളം കറക്റ്റ് സമയത്ത് കിട്ടും. കറക്റ്റ് വളം അല്ലെങ്കിൽ ഫെർട്ടിലൈസർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് സമയത്ത് അതിന് കിട്ടാനുള്ള പരിപാടികളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ പൈപ്പൊക്കെ കയറി പോയേക്കുന്നുണ്ടോ? അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. നമ്മൾ വിചാരിക്കും ഇതിനെങ്ങനെയാണ് വെള്ളം കിട്ടുന്നതെന്ന്. ഇത്രയും സംഭവത്തിൽ എങ്ങനെ ഒരു കോരി കൊണ്ടുപോയി ഒഴിക്കുമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല സംഭവം. വെള്ളമെല്ലാം കറക്റ്റായിട്ട് കറക്റ്റ് കിട്ടേണ്ട ഇടത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് നടന്ന് ഈ തണലത്തെത്തി. ഞാനും മാമിയും ഈ ലേക്കിൻ്റെ അടുത്ത് എത്തിയിട്ടാ. അച്ഛനും അമ്മയും അവിടെ നിന്ന് പയ്യെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അമ്മയ്ക്ക് കാലിന് നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്മ പയ്യെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇനിയും കുറച്ച് ദൂരം കൂടി ഉണ്ട് നടക്കാനായിട്ട്. നമുക്ക് അച്ഛനും അമ്മേനോട് ചോദിച്ചു നോക്കാം. സൗത്ത് ആഫ്രിക്കയിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി, പക്ഷെ വീഡിയോ അധികം എടുക്കാൻ പറ്റിയില്ലല്ലേ നമ്മൾ പോയ സ്ഥലങ്ങൾ. അല്ല, ഞങ്ങളെ പാപ്പനും മേമയൊക്കെ ഉള്ളപ്പോൾ കുറേ സ്ഥലങ്ങൾ പോയായിരുന്നു കേട്ടോ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പും ടേബിൾ മൗണ്ടനും അങ്ങനെയൊക്കെ പോയായിരുന്നു. പിന്നെ പെൻഗ്വിൻസ് ബീച്ച്, അക്വേറിയം, വാട്ടർ ഫ്രണ്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ പോയി. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് ആകെ വീഡിയോ എടുക്കാൻ പറ്റിയത് ആ തിമ്മിങ്കലത്തെ കാണാൻ പോയില്ലേ, ആ സമയത്തുള്ള വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ പാപ്പനെയും മേമനെയും കൊണ്ട് ഞാൻ കാങ്കോ കേവ് ഇവിടെ നിന്ന് ഒരു 500 കിലോമീറ്ററൊക്കെ പോയിട്ടൊക്കെ വന്നു. പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റത്തില്ലായിരുന്നു. വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരായിട്ട് എൻജോയ് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷേ ഇനി ഞങ്ങൾ പോകുന്നുണ്ട് ട്രിപ്പ്. അപ്പോൾ നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നോക്കാം. കാരണം അന്നേരം സമയം കുറവായിരുന്നു. നമുക്ക് പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരണം. അവരുടെ ടൈം ലിമിറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇനി ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്താറായി. ഏകദേശം എത്തിയിട്ടോ റിസപ്ഷൻ. അപ്പോൾ റിസപ്ഷൻ്റെ അവിടെ ചെന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് ഫ്രഷായിട്ട് നമുക്ക് തിരിക്കാം. അങ്ങനെ നമ്മൾ റിസപ്ഷൻ്റെ അടുത്തെത്തിയിട്ടോ. ഇതാണ് ഫാമിൻ്റെ പേര്, പുളക്കാട് ഡ്രൈവ് ഫാം. സ്റ്റെല്ലംബോഷിലേക്ക് പോകുന്ന വഴിയുടെ അടുത്താണ്. അപ്പോൾ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ട്രാക്ടർ റൈഡ്, മിനി ഗോൾഫ്, പോണി റൈഡ്, പെഡൽ കാർട്സ്, ജമ്പിങ് കാസിൽ എന്ന് വേണ്ട അങ്ങനത്തെ പല ആക്ടിവിറ്റീസും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട്. അപ്പം ഇന്നിപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ട് ഇങ്ങോട്ട് വാ. വീക്ക് ഡേ ആയതുകൊണ്ട് പല ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് ആൾക്കാർ കുറവാണ്. പക്ഷേ നമുക്ക് വാമിനെ കൊണ്ടുപോയിട്ടൊന്ന് ജമ്പിങ് കാസിൽ പോവാം. ജമ്പിങ് കാസിലിൽ കൊണ്ടുപോകണം എന്ന് കുറേ നേരമായി പറയുന്ന വാമി. അപ്പോൾ വാമിനെ കൊണ്ട് എവിടെയെങ്കിലും പോകണം. അപ്പോൾ മീനു ഇവിടെ ഉണ്ട്. മീനു, നീ കഴിച്ചിരുന്നില്ലേ? ഇവിടെ എല്ലാം ഉണ്ടായോ? ഉറങ്ങിയോ? പാൽ കുടിച്ചോ? നീ ഇത് കഴിച്ചില്ലല്ലോ. നോക്കി, സ്ട്രോബെറി ഉണ്ടോ? നമുക്ക് കിട്ടിയ സ്ട്രോബെറി ഇത്രയും നന്നായിട്ട് പഴുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നന്നായിട്ടുണ്ട്. അടിയിലൊക്കെ ഉണ്ട്, മധുരമുണ്ട്. ഇത്രയും 3 ഫുൾ ബാഗാണ് നമുക്ക് കിട്ടിയത്. കണ്ടോ? അപ്പം അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പം കുറച്ച് നേരം റിഫ്രഷ് ആകാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് ചിപ്സും കുറച്ച് ചീസി ബൈറ്റ്സും പിന്നെ മീനിൻ്റെ ബാലൻസ് സാധനം ഇരുമ്പുണ്ട്, കുറച്ച് സ്ട്രിപ്സ്. ഇതേ വാമിയാണെങ്കിൽ അവിടെ പോയി കളിക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ കഴിച്ച് ഞങ്ങളുടെ സ്ട്രോബെറി പിക്കിങ് കഴിഞ്ഞു. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ കൂടി പോകുന്നുണ്ട്. പക്ഷേ അത് വീഡിയോ ആക്കുന്നില്ല. അത് ഒത്തിരി ലോങ് വീഡിയോ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഇവിടെ ഇരുന്ന് എന്തൊക്കെയാണ് കഴിച്ചു. ഇതേ 3 സ്ട്രോബെറിയും ഇവിടെ ഉണ്ട്. അപ്പോൾ വേഗം പോവാം. മീനും പോവാം. അപ്പോൾ പോവാം അല്ലേ?
അപ്പോൾ അങ്ങനെ കഴിച്ച വിശേഷങ്ങൾ ഞങ്ങളിത് പിക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് പോകാനായിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതേ 3 ബക്കറ്റ് സാധനങ്ങളും ഇവിടെ ഉണ്ട്. മീനു പോവല്ലേ? മാമി ഇതേ വണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിർത്തിയേക്കാം. ചെറിയൊരു വീഡിയോ ആയിരുന്നു സ്ട്രോബെറി പിക്കിങ്ങിൻ്റെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാ പരിപാടിയും ചെയ്തു. ഓഫ് മല്ലു ക്യാമ്പർ പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.